ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ എത്ര നാൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, പുതിയ ബ്ലോഗ് ഒന്നും. അതെന്താണെന്ന് വെച്ചാൽ പരീക്ഷയായിരുന്നു നമുക്ക്. അപ്പം നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം നമ്മൾ അന്ന് ഒരു സ്ഥലത്ത് പോയി, കാവേരി പാർക്ക് എന്ന് പറയുന്ന പാർക്കിലൊക്കെ പോയി. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളോട് കണ്ടിട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ അനിയത്തിയാണ് കേട്ടോ ഗെയ്സ്. അപ്പം അതിൻ്റെതായ പോരായ്മകൾ LKG അവിടെ ഇഷ്ടംപോലെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആനയുണ്ട്. അതാണ് ഈ സ്ഥലത്തിന് ആനത്താവളമെന്ന് എഴുതി പറയുന്നത്. അവിടെ ഈ ആനയൊക്കെ കെട്ടിയിടുന്ന സ്ഥലമാണ് അവിടെ. പിന്നെ പാർക്കും ഉണ്ട്. മുമ്പ് ഇവിടെ ആനയെ കെട്ടിയിടുന്ന സ്ഥലമായിരുന്നു, പിന്നെയാണ് ഇത് പാർക്കാക്കിയത്, കാവേരി പാർക്ക്. ഓക്കെ, പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അവൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്ലൈഡിൽ ഇറങ്ങാൻ പോണത്. നിങ്ങൾ ആദ്യം ഇരുന്നാലേ ഇരിക്കും. ഇരുന്നിട്ട് അവനെ പിടിച്ച് അവന്റെ മടിയിലിരുത്ത്. എന്റെ അനിയത്തിക്കാണെങ്കിൽ അതിൽ നിന്നും വലിയ പേടിയാ. അവനെ പിടിക്കാൻ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ, കണ്ടോ? ഇനി ഇവിടുത്തെ ആന വരുന്നത് കാണാം. ഒരു പെണ്ണാനെ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നതാണ്. ഇതാണ് ആന. ഇത് പെണ്ണാനെ കുളിപ്പിക്കാൻ ഇവിടെയാണ് കൊണ്ടുവരുന്നത്, അതിനെ കുളിപ്പിക്കാനൊക്കെ കേട്ടോ. ഇനി ഇത് നടുക്കുന്ന് ഫോട്ടോ എടുക്കാൻ. എൻ്റെ വീരസാഹസിക പ്രകടനങ്ങൾ. അതാ ഞാനതിൽ കയറി. ഇത് പൊട്ടി വീഴുമോ എന്നറിയില്ല. ടൈലോ ആനത്താവളം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, അതിനുള്ള സെറ്റപ്പാണ്. അവനെ ഓരോ ഇതിനകത്ത് കെറ്റിക്കൊണ്ടിരിക്കുക. അവൻ ആദ്യമായിട്ട് ഇതിലൊക്കെ വരുന്ന കേട്ടോ. ഇതിൽ പിടിച്ചോ, ഇതിൽ പിടിച്ചോ. പേടിയാണ്. ചെടി പറത്തിട്ടേക്കാണല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കണ്ടോ, അതിൻ്റെ നടുക്കൂടി ഒരു ഗ്രില്ല് പോലൊരു സാധനം വെച്ചിട്ട് അതിൽ കൂടെയാണ് പടർത്തിയിട്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത അതിസാഹസികമായ പ്രകടനമാണിത്.
ഇവിടെയാണ് കേട്ടോ ആനകളെയൊക്കെ കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ മക്കാവിനൊക്കെ കാണാൻ പോവാണ്. മക്കാവിനെ കാണുമ്പോൾ കാണാം. പൈൻ ട്രീ ഒക്കെ ഉണ്ട്. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബോർഡാണ്. ബേർഡ് പാർക്ക് ആനത്താവളം. ഒക്കെ ഉണ്ട്. ഇനി ഓരോ കാര്യങ്ങളായിട്ട് കണ്ടോണ്ട് പോവാണ്. കിളികളും കാര്യങ്ങളും ഒക്കെ. ഇതിൽ കാട് പോലത്തെ സ്ഥലത്തിനകത്താണ് കിളികളെ കിട്ടിയേക്കുന്നത്. താറാവുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് അരയന് നിപ്പുണ്ട്. നല്ല വെളുത്ത അരയന്. വെള്ളത്തിൽ പോകുന്നുണ്ട്. വെള്ളത്തിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോഴികളൊക്കെയാണ്. ഫാൻസി കോഴിയല്ല, ഫാൻസി കോഴിയാണമ്മ. ഫാൻസി കോഴികളാണ്. ഉണ്ട് അവിടെ. പിന്നെയും നമ്മൾ കാണുന്നത് സിൽക്കി വൈറ്റ് സിൽക്കീസിനെയാണ്. സിൽക്കി കോഴി എന്നൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. 2000 years later. ഭയങ്കര വിളിയാണ് അവിടെ കിടന്നരേന്. കഴിഞ്ഞിട്ട് മീനുള്ളൊരു വളം. കഴിഞ്ഞിട്ട് ഹാംസ്റ്റർ മൈസ് ആണ്. ഹാംസ്റ്റർ മൈസ് അതിന് ഓണമുള്ള സ്ഥലം. സത്യം പറഞ്ഞാൽ അത് ഹാംസ്റ്റർ മൈസ് ഒന്നും അല്ലായിരുന്നു. അത് വേറൊരു സാധനം വരുന്നത്. പിറകെ കൂടെ ഒരാൾ നടന്നു പോകണ്ടേ. കണ്ടോ ഗൈസ്? കണ്ടോ? മേടിച്ചു എൻ്റെ പിറകെ അത് നിന്നപ്പോൾ ആ പഞ്ചവർണ്ണ സത്യ സിനിമയിലുള്ള സാധനമാണ്. അടുത്തത് എന്തുവാ? ഇത് പ്രാവാണ്. അതെ, ആ പ്രാവിൻ്റെ മുട്ടയൊക്കെ കിടപ്പുണ്ട്. കാണാൻ പറ്റും. ഹലോ, ഒരു ഹായ് തരൂ. ആ അവിടെ അവന്റെ കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഇതിന്റെ കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഒരു കഴുത്ത് മുറിഞ്ഞിരിക്കുന്നല്ല പാവം. ഉറങ്ങി അങ്ങ് പോയി കേട്ടോ. പാവോടും കറുപ്പും കൂടെ ഉണ്ട്. ഏതങ്ങ് ഉറങ്ങി അങ്ങ് പോയി. പേരെന്താണെന്ന് വായിക്കോ നിങ്ങൾ വായിക്ക്. എന്ത് സാധനം എന്ത് ഇതാ മണ്ട കയറിയിരിക്കുകയാണ്. കാണാൻ പറ്റുന്നോന്ന് അറിഞ്ഞൂടാ. കണ്ടോ? ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികളാണ്. ഇവിടെയാണ് കേട്ടോ മക്കാവ് മോള് ഇരിക്കുന്നത്. കണ്ടോ? മുട്ടാലൊട്ടിട്ടുണ്ടോ? എന്തോ ഒരു കുഴിയൊക്കെ ഉണ്ട്. ഇതിനാണ് വലിയ വിശാലമായ മൂന്നാണ് ഒരെണ്ണത്തിന്. നല്ല ഇതുകൊണ്ട് പാമ്പാണ്. ഇത് പൈത്തണാണ് കേട്ടോ. പൈത്തണെന്ന് വെച്ചാൽ നമ്മളെ സാധാ പെരുമ്പമ്പ്, അതാണ് അതിന്റെ കുഞ്ഞ്. ഇതൊക്കെ ഓസ്ട്രിച്ചിന്റെ മുട്ട. ഒറിജിനൽ തൂവലാണത്. പിന്നെ ഒറിജിനൽ ബട്ടർഫ്ലൈ ആണ് അവിടെ ഇരിക്കുന്നത്. അതൊക്കെ ആ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്നത് അത് ഒറിജിനലാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഇത്രയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ.